ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത് 2026 പുതിയൊരു മാസമാണ്, ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയൊക്കെ ആയിരിക്കും കയറുന്നത്. എന്തായാലും ഈ ഒരു വർഷക്കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും ഐശ്വര്യമായി നടത്തട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഉണ്ടാകട്ടെ. ആമേൻ. അനുഗ്രഹം എന്ന പദം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, അല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന, ഏത് വിശ്വാസം ആയിക്കോട്ടെ, വിശ്വാസം ഇല്ലാത്തവനായിക്കോട്ടെ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്കാവും എന്താണെന്നുള്ളത്. പക്ഷേ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും നാം അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് അനുഗ്രഹം. ഇപ്പോൾ ഒരു കുഞ്ഞിനെ എടുക്കുക, ആ കുഞ്ഞ് വളരുന്ന സമയത്ത് ആ കുഞ്ഞിന് തല മാത്രം വളർന്നു പോയാൽ എങ്ങനെ ഇരിക്കും? ബുദ്ധിമുട്ടാണ്, അല്ലേ? അല്ലെങ്കിൽ കൈ മാത്രം വളരുന്നു, കാല് മാത്രം വളരുന്നു, പ്രശ്നമല്ലേ? പക്ഷെ ശരിക്കുമുള്ള വളർച്ച എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മെൻ്റലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരുപോലെ വളർച്ച പ്രാപിക്കുമ്പോഴാണ് ശരിയായ വളർച്ച എന്ന് പറയുന്നത്. നാം അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അനുഗ്രഹിക്കപ്പെടണം. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, ആരോഗ്യപരമായി അനുഗ്രഹിക്കപ്പെടണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം, മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എല്ലാം അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര അനുഗ്രഹം ഉണ്ടായി, ഒരു സമാധാനം ഇല്ലെങ്കിൽ എന്ത് പറ്റും? കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിലോ? കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല, എന്തായിരിക്കും അവസ്ഥ? ആ പണം കൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഈ മാസം ഇന്നും മുതൽ നമ്മുടെ ജീവിതത്തിൽ സകലമാന മണ്ഡലങ്ങളിലും ഒരനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഡമീൻ പാസ്റ്റർ പലപ്പോഴും വിശദീകരിക്കാറുള്ള ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്പർശിച്ചത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അവിടെ സംസാരിച്ചൊരു ടോപ്പിക് ഇതാണ്: ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുമ്പോൾ അതിന് ഉറവകളുണ്ടാകും, ശരിയല്ലേ? പക്ഷേ നമ്മൾ ശരിയായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഉറവകൾ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു, നമുക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ വരും. പക്ഷെ ഓർക്ക്, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് ദൈവമാണ്. സങ്കീർത്തനം എഴുതിയ ദാവീദ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. സങ്കീർത്തനം 87 അധ്യായമാണ്, അതിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഉറവുകൾ ഒക്കെയും നിന്നിൽ ആകുന്നു. സങ്കീർത്തകൻ്റെ ഒരു ധൈര്യമാണ് അയാളുടെ അകത്ത് പറയുക. അത് എഴുതിയ ദാവീദാണ്. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, അവൻ അനുഗ്രഹിക്കപ്പെട്ടത് എന്തുമാത്രമാണ് നമുക്കറിയാം, അല്ലേ? അവൻ സമ്പന്നനായിരുന്നു, അവൻ പ്രശസ്തിയുള്ളവനായിരുന്നു, പൊസിഷൻ, രാജ്യം, പദവി എന്നുവേണ്ട എല്ലായിടത്തും, ഭാര്യ, മക്കൾ, എല്ലായിടത്തും അനുഗ്രഹമായിരുന്നു, ശരിയല്ലേ? അങ്ങനെയുള്ള ആൾ പറയുവാണ്, എൻ്റെ ഉറവകളൊക്കെയും, അനുഗ്രഹത്തിൻ്റെ ഉറവയൊക്കെയും നിന്നിൽ നിന്നാകുന്നു. ഇനി നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് വിശദീകരിക്കാം. ഒന്ന്, എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ എൻ്റെ ദൈവമാണ്. പക്ഷെ ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന ആ ഉറവ എന്നിലെത്തുന്നത് പല ചാനലുകളിലൂടെയാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു, അതൊഴുകി 2 ആകുന്നു, 3 ആകുന്നു, 4 ആകുന്നു, അങ്ങനെ പല പല കൈവഴികളായിട്ട് തിരിഞ്ഞ് ഒഴുകി എന്നിലെത്തിച്ചേരുന്നു. അങ്ങനെയൊന്ന് ഇമാജിൻ ചെയ്യാമോ? അങ്ങനെ ദൈവം പല മാർഗങ്ങളിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്നു. ഞാനത് എങ്ങനെയാണ് ഞാനൊരു ചെറിയൊരു ഇലിസ്ട്രേഷൻ കാണിക്കാം. ശ്രീത്ത് ഒന്നും ഇങ്ങോട്ട് വരാമോ? ശ്രീത്ത് വരുന്നോ? ഇത് ശ്രീത്താണ്. ഇദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് കരുതുക. ഇദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോവാം. അപ്പം ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കുന്ന ഉറവ ആരാണ്? ദൈവമാണ് ഉറവ. അപ്പം ദൈവത്തിൽ നിന്നും അനുഗ്രഹം പുറപ്പെട്ട് പല ചാനലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെത്തുക. ഇപ്പം ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക മണ്ഡലം എന്ന് പറയുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ നിങ്ങൾ കാണുക. ഇവിടെ സർക്കിൾ ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിലാണ് പുള്ളിക്ക് കാണാൻ പറ്റുന്ന ഏരിയ, അതാണ്. അപ്പോൾ ഉറവ എവിടെയായിരിക്കും? അതിൻ്റെ പുറത്തായിരിക്കും, ശരിയല്ലേ? ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതൊരു അദൃശ്യമായ ലോകത്ത് നിന്ന് തുടങ്ങി ദൃശ്യമായ ലോകത്തിൽ വരുമ്പോൾ തൊട്ട് നമ്മൾ കാണും, ശരിയല്ലേ? ദൃശ്യമായ ഇതിനകത്ത് വരുമ്പോൾ തൊട്ട് നമ്മൾ കാണുന്നു. അത് ആ മാർഗത്തിലൂടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പോലെയായിട്ട് ഒരാളും കൂടി ഒന്ന് വരാമോ? ജോണി ചേട്ടൻ ഒന്നും കൂടി വരാമോ? ഈ മനുഷ്യനെ നിങ്ങൾ കാണുക. ഇദ്ദേഹം ഈ ശ്രീജിത്തിനുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു ചാനലാണെന്ന് കരുതുക. ദൈവം ഒരു ചാനലാക്കി ഇദ്ദേഹത്തെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാണാൻ സാധിക്കുന്ന പരിധി, ആ ബൗണ്ടറിയുടെ അപ്പുറത്ത് നിന്നും ഉറവ പുറപ്പെട്ട്
കാണാൻ സാധിക്കുന്ന ബൗണ്ടറിയിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്കും ഒരു ചാനൽ അവിടെ റെഡിയായി. ജോണി എന്ന് പറയുന്നൊരു ചാനൽ റെഡിയായി. ഇതിലൂടെ ഇദ്ദേഹത്തിലേക്ക് അനുഗ്രഹം. ചിലപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിലായിരിക്കും ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കാനുള്ള ദൈവത്തിൻ്റെ ഉറവ ഈ ചാനലിലൂടെ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ വരുന്നു. ഇദ്ദേഹം മാസം തോറും ഇദ്ദേഹം ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള പൈസ കൊടുക്കുന്നു. അപ്പോൾ തന്നെ വേറൊരു ഉറവ ദൈവം തുറക്കുവാണ്. ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സൈഡായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഉറവയിൽ നിന്നും ഒരു അനുഗ്രഹം കൂടെ ഒഴുകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ചില സമയത്ത് ചില ചാനലുകൾ അടഞ്ഞു പോകും. ഉണ്ടായിട്ടില്ലേ? വളരെ ഭംഗിയായിട്ട് വരുമാനം കിട്ടിയിരുന്നു, പെട്ടെന്ന് ആ വരുമാനം കൂടെ സ്റ്റോപ്പായിപ്പോയി. ആ കോവിഡ് വന്ന സമയത്തൊക്കെ നല്ല ഓർമ്മയുണ്ടാവും നമുക്ക്, അല്ലേ? പലർക്കും പല വരുമാന മാർഗ്ഗങ്ങൾ, റിസോഴ്സസ് എല്ലാം അടഞ്ഞു പോയതെല്ലാം ഓർമ്മയുണ്ടാവും. അങ്ങനെ അടഞ്ഞു പോയാൽ അത് വേറെ വഴിയിലൂടെ വരും. അതിന് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങളിപ്പോൾ ഒരു ഉറവ ഇമാജിൻ ചെയ്യുക. അതായത് ഒരു പാറയിൽ നിന്നോ അല്ലെങ്കിൽ മണ്ണിലെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് വരുന്നു. ആ ഒഴുക്ക് വന്ന് ഒരു ചെറിയൊരു തോടിലൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിലൂടെയുള്ള ഒഴുക്ക് കൂടിയെന്ന് കരുതുക. കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തോടിന് അത് വഹിക്കാൻ പറ്റാണ്ട് വരും. അപ്പോൾ എന്തു പറ്റും? അത് വേറെ വഴിയും കൂടെ അത് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് തന്നെ വേറൊരു ചാനൽ ഉണ്ടാക്കിയെടുത്തെന്ന് വരാം. ആമേൻ. ഈ വിധത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഓക്കെ, താങ്ക് യു പോയിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ദൈവം അനുഗ്രഹിക്കാൻ പോകും. ഈ വർഷം, ഈ സാമ്പത്തിക വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാണെന്ന് മറക്കരുത്. ആമേൻ. നിങ്ങളുടെ ജീവിതം ഫലം പുറപ്പെടുവിക്കുന്ന, സമൃദ്ധിയായ, അളവ് കൂടാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നൊരു വർഷമായി മാറട്ടെ. ഹല്ലേലൂയ. ചിലതെല്ലാം പ്രഖ്യാപിക്കുക. നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ ദൈവത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ആത്മീയ ലോകത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? അത് കാണാതിരിക്കുമ്പോൾ തന്നെ, ഭൗതിക ലോകത്തിൽ അത് കാണാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനെ മഹത്വപ്പെടുത്തി, സന്തോഷത്തോടെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. ഒരു ചാനൽ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പല ചാനലുകളാക്കി ദൈവം വർദ്ധിപ്പിക്കാനിട വരട്ടെ. അങ്ങനെ നിങ്ങളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കട്ടെ. ആമേൻ. പക്ഷെ അപ്പോഴൊക്കെ പറയേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: എൻ്റെ ഉറവകളെല്ലാം യഹോവയായ ദൈവത്തിങ്കൽ നിന്നാകുന്നു. അത് പറയണം. അത് പറഞ്ഞാലുള്ളൊരു ഗുണം എന്താണെന്നറിയാമോ? അപ്രതീക്ഷിതമായി ഒരു ചാനൽ അടഞ്ഞു പോയാലും നമ്മൾ ആ വിശ്വാസം പറയില്ല. അപ്രതീക്ഷിതമായി ഒരു ചാനൽ അടഞ്ഞാൽ നമ്മൾ അതിനോട് നിരാശപ്പെടില്ല. കാരണം എന്താ? ചാനലേ അടഞ്ഞോളൂ, ഉറവ് ഇപ്പോഴും നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ചാനലിന് ചിലപ്പോൾ അടയാൻ പറ്റും, പക്ഷെ ഉറവ് ഒരിക്കലും അടയത്തില്ല. ഏതെങ്കിലും ഒരു ചാനൽ അടഞ്ഞാൽ മറ്റു ചില ചാനലുകൾ ദൈവം ഓപ്പൺ ചെയ്ത് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ വിധത്തിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ വളരെ ചുരുക്കമായി ഇത് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകണം. റെഡിയാണോ? എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണിൽ നോക്കി ഞാൻ പറയുവാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാം. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഉറവൊക്കെ ദൈവത്തിലാണെന്ന് വിശ്വസിക്കുക. അത് ഏറ്റുപറയുക, വാ കൊണ്ട് പറയുക. ചില സമയത്തൊക്കെ ആണ് തുറന്ന് പറയുക, എൻ്റെ ഉറവ ദൈവമാണ്, എൻ്റെ ജോലി തരുന്ന, എനിക്ക് ജോലി തരുന്ന ഇന്ന ആളല്ല എന്ന് പറ. ഹല്ലേലൂയ. അയാൾ കേൾക്കെ പറയണ്ട, അയാൾ മുഷിപ്പിക്കണ്ട. പക്ഷെ നിന്റെ ഉള്ളിൽ പറയാം, എനിക്ക് സമ്പത്ത് തരുന്നത് എൻ്റെ ജോലി സ്ഥലത്തെ ബോസല്ല, അതിൻ്റെ മുകളിലിരിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവമാണെന്ന് പറയുക. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒരു വേള അതടഞ്ഞാലും നമ്മുടെ കണ്ണ് നിറയത്തില്ല, നമ്മൾ ഉത്കണ്ഠപ്പെടില്ല, നമ്മളിങ്ങനെ ആദി പിടിക്കത്തില്ല. കാരണം ഉറവ നിലനിൽക്കുന്നു, ചാനൽ ചിലപ്പോൾ മാറും. ആമേൻ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ഒരു പുതിയ മാസം, ഈ ഒരു ഏപ്രിൽ മാസം, ഇത് ഞങ്ങളുടെ അനുഗ്രഹം ആരംഭിക്കുന്ന ഒരു മാസമായിട്ട് ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു. കർത്താവ്, ഈ പെരുമ്പാവൂർ ബ്ലെസ്സിങ് സെൻ്ററുമായി ചേർന്ന് നിൽക്കുന്ന, യോജിച്ച് നിൽക്കുന്ന ഓരോ കുടുംബങ്ങളും ഈ സാമ്പത്തിക വർഷത്തിൽ അളവ് കൂടാതെ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ച ചിലരെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, സ്ഥലം പോരാതെ വണ്ണം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവ്, ഇതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാനിട വരട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അപ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ. ഇത് പെരുമ്പാവൂർ ബ്ലെസ്സിങ് സെൻ്ററിനെ കുറിച്ചുള്ളൊരു അറിയിപ്പാണ്. പെരുമ്പാവൂർ ബ്ലെസ്സിങ് സെൻ്റർ എന്ന് പറയുന്നത് കുറുപ്പമ്പടിയിൽ യൂത്ത് ലീഗ് ഹാൾ, അതായത് കുറുപ്പമ്പടി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ യൂത്ത് ലീഗ് ഹാൾ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയും ആരാധന നടക്കുന്നുണ്ട്, വചന ശുശ്രൂഷ നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുവാണ്. നിങ്ങൾക്ക് അതിനകത്തേക്ക് വരാം, അനുഗ്രഹം പ്രാപിക്കാം. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു കുടുംബമാണ്. നിങ്ങൾക്ക് ഇതിൽ വരാം. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വഴികളും റൂട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ചില നമ്പറുകളെല്ലാം ഇവിടെ ഇടുന്നുണ്ട്, ഫോൺ നമ്പറുകൾ. അതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വഴി അറിയില്ലെങ്കിൽ അത് ചോദിക്കാം. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ
പ്രാർത്ഥനയോടെ നിങ്ങളെ സമീപിക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.